ലോക ചാപ്റ്റർ 2 ചാത്തൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. പാട്രിയറ്റ് സിനിമയുടെ റിലീസ് തീയതി വന്നു. നിവിൻ പോളി ഹിറ്റ് കോംബോയിൽ വീണ്ടും ഒരു സിനിമ വരുന്നു. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, ഖദിർ, കയാദുൽ ലോക്കർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിമിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഇനി വെറും 30 ദിവസത്തെ ഷൂട്ട് മാത്രമാണ് സിനിമയ്ക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതും വരുന്ന ഫെബ്രുവരി മാസം അവസാന വാരത്തോടെ പൂർത്തിയാവുകയും ചെയ്യും. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ യുവതാരനിരയിൽ ശ്രദ്ധേയനായ നസ്ലിനും ഒരു കാമിയോ വേഷത്തിൽ ഐ ആം ഗെയിമിൽ പങ്കാളിയാവുന്നുണ്ട്. അതിന്റെ ഭാഗമായി നസ്ലിൻ നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരുന്ന ഐ ആം ഗെയിമിന്റെ ചിത്രീകരണത്തിൽ ജോയിൻ ചെയ്തെന്നും അറിയാൻ സാധിച്ചിട്ടുമുണ്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. നസ്ലിൻ, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മോളിവുഡ് ടൈംസിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന മെയ് മാസം 15-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. നിവിൻ പോളിയെ നായകനാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ സിനിമയാണ് ബേബി ഗേൾ. മറ്റന്നാൾ ജനുവരി 23-ന് റിലീസിനെത്താനിരിക്കുന്ന ബേബി ഗേളിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. സർവ്വമായയിലൂടെ കംബാക്ക് നടത്തിയ നിവിൻ പോളിക്ക് ബേബി ഗേളിലൂടെ വിജയം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L366. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് മറ്റന്നാൾ ജനുവരി 23-ന് തുടക്കമാവും. ഒരു ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമയിൽ ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാവും എത്തുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് വേണ്ടി ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതും. ജോജു ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ മാസ് എന്റർടൈൻമെന്റ് സിനിമയാണ് വരവ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന വരവിൽ ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, സാനിയ ഈപ്പൻ, അസീസ് നെടുമങ്ങാട്, വാണി വിശ്വനാഥ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന ഏപ്രിൽ മാസം 14-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. തഗ് ലൈഫ് എന്ന പരാജയ സിനിമയ്ക്ക് ശേഷം മണിരത്നം അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിജയ് സേതുപതി, സായി പല്ലവി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഒരു റൊമാന്റിക് ഡ്രാമ ജോണറിലാവും തയ്യാറാവുക. നിലവിൽ വിജയ് സേതുപതി ജയിലർ 2 എന്ന സിനിമയുടെ ഷൂട്ടിലാണുള്ളത്. അത് പൂർത്തീകരിച്ച ശേഷം മാത്രമാവും മണിരത്നം സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുക. മലയാളത്തിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പാൻ ഇന്ത്യൻ സിനിമയാണ് ചത്താപച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചത്താപച്ചയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം ഇതിനോടകം 1 കോടി രൂപയ്ക്ക് മുകളിലാണ് ചത്താപച്ചയ്ക്ക് പ്രീസെയിൽ കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മികച്ചൊരു ഫസ്റ്റ് ഡേ കളക്ഷൻ ചത്താപച്ചയ്ക്ക് ലഭിക്കുമെന്ന് തീർച്ച. വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി നാദിർഷ സംവിധാനം ചെയ്ത് റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് മാജിക് മഷ്റൂം. വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം ജോണി ആന്റണി, സിദ്ധാർത്ഥ് ഭരതൻ, ജാഫർ ഇടുക്കി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ സെൻസറിംഗ് ഇന്ന് നടക്കുകയുണ്ടായി. സെൻസർ ബോർഡിൽ നിന്നും യു സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 17 മിനിറ്റും. വരുന്ന ജനുവരി 23-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പാട്രിയേറ്റ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന പാട്രിയേറ്റിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഏപ്രിൽ മാസം 23-ാം തീയതി ചിത്രം പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. മാത്രമല്ല പാട്രിയേറ്റിന്റെ ഒരു ടീസറും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും ഉടൻ തന്നെ ടീസർ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീമെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് തുടക്കം. ഈ ചിത്രം ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. മലയാളി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയുണ്ടെങ്കിൽ അത് ലോക ചാപ്റ്റർ 2 ചാത്തൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ ലോക 2മായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച് 2027 ഓണം റിലീസായിട്ട് ലോക ചാപ്റ്റർ 2 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ലോക ചാപ്റ്റർ 1ന്റെ ബഡ്ജറ്റ് 30 കോടി രൂപയായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ബഡ്ജറ്റ് ഏകദേശം 75 കോടി രൂപയോളം വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വേഫെയർ ഫിലിംസിന് വേണ്ടി ദുൽഖർ സൽമാനാണ് ലോക ചാപ്റ്റർ 2 നിർമ്മിക്കുന്നതും. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന സർവ്വമായ എന്ന ചിത്രത്തിന്റെ 28 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 28 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 75 കോടി 20 ലക്ഷം രൂപയും ലോകമെമ്പാടു നിന്നും 145 കോടി രൂപയുമാണ് സർവ്വമായ 28 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്.
ശിവകാർത്തികനെ നായകനാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്ത പരാശക്തി എന്ന സിനിമ 100 കോടി കളക്ഷൻ സ്വന്തമാക്കിയെന്ന തരത്തിൽ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ഒരു പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 82 കോടി രൂപ മാത്രമാണ് പരാശക്തിക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. തമിഴിൽ നിന്നും അജിത്ത് നായകനായി റീ റിലീസിനെത്താനിരിക്കുന്ന സിനിമയാണല്ലോ മങ്കാത്ത. വരുന്ന ജനുവരി 23 മറ്റന്നാൾ റിലീസിനെത്താനിരിക്കുന്ന മങ്കാത്തയുടെ പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിലീസിനെത്താൻ ഇനിയും 2 ദിവസങ്ങൾ ബാക്കി നിൽക്കെ മങ്കാത്തയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 1,20,00,000 രൂപയും ടോട്ടൽ ഇന്ത്യയിൽ നിന്നും 1,75,00,000 രൂപയും പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം നേടാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റീ റിലീസ് സിനിമകളുടെ റെക്കോർഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ മങ്കാത്ത സ്വന്തമാക്കുമെന്ന് തീർച്ച. ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി മിന്നുന്ന വിജയം സ്വന്തമാക്കിയ ദുരന്തർ എന്ന രൺവീർ സിംഗ് ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ദുരന്തറിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ജനുവരി 30-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ദുരന്തർ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കാർത്തി നായകനായി കഴിഞ്ഞ പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ വാ വാത്തിയാർ എന്ന ചിത്രം വാഷൌട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ തമിഴ്നാട് കളക്ഷൻ 9,06,00,000 രൂപ, കേരള കളക്ഷൻ 55,00,000 രൂപ, കർണാടക കളക്ഷൻ 1,52,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 18,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 65,00,000 രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 11,96,00,000 രൂപ. 40 കോടി രൂപയോളം മുതൽ മുടക്കിലെത്തിയ വാ വാത്തിയാർ തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞു. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ സിനിമയാണ് ആശകളായിരം. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനും. വരുന്ന ഫെബ്രുവരി 6-ാം തീയതി ആശകളായിരം റിലീസിനെത്തിക്കാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി അൻപരവ് മാസ്റ്റർ ഒരു ആക്ഷൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് ഏറെ നാളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. മലയാള എഴുത്തുകാരനായ ശ്യാം പുഷ്കരനാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സിനിമ ഡ്രോപ്പ് ചെയ്തതായി ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ശ്യാം പുഷ്കരൻ എഴുതിയ തിരക്കഥ വായിച്ച ശേഷം കമലഹാസന് തിരക്കഥ ഇഷ്ടമാവാതെ വന്നതിനാലാണ് കമലഹാസൻ ഈ ചിത്രത്തിൽ നിന്നും പിൻവാങ്ങിയതെന്നും പിന്നീട് ഈ സിനിമ ഡ്രോപ്പ് ചെയ്തതെന്നുമാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് അഖിൽ സത്യൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സിലൂടെ കടന്നു പോകുന്നവരുടെ പ്രണയകഥ പറയുന്ന തന്റെ അടുത്ത ചിത്രത്തിൽ നിവിൻ പോളി, അജു വർഗീസ്, അൽതാഫ് സലീം എന്നിവർക്കൊപ്പം തന്നെ മലയാളത്തിൽ ഒരു പ്രമുഖ നടിയും ഉണ്ടായിരിക്കുമെന്നാണ് അഖിൽ സത്യൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിശാലിനെ നായകനാക്കി സുന്ദർ സി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്ഷനും കോമഡിക്കും തുല്യ പ്രാധാന്യം നൽകി വരാനിരിക്കുന്ന ഈ സിനിമയ്ക്ക് പുരുഷൻ എന്നാണ് ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊമോ വീഡിയോ മേക്കിംഗ് വേസിലും കണ്ടന്റ് വേസിലും മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയണം. സംഗീത് പ്രദീപിനെയും മമിത ബൈജുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിനോയ് പൗലോസ് ഒരു റൊമാന്റിക് കോമഡി സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. സുരേഷ് കൃഷ്ണയും ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് വരുന്ന ഏപ്രിൽ മാസത്തിൽ തുടക്കമാവും. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി. ചിത്രം നിലവിൽ സെൻസർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടന്നു വരികയാണ്. ഇന്നിപ്പോൾ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ജനനായകൻ ടീമിന് ഒരു നോട്ടീസ് അയക്കുകയുണ്ടായി. ആ ഒരു നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് ജനനായകൻ തിയേറ്റർ റിലീസ് ചെയ്യാത്തതിന്റെ കാരണങ്ങൾക്ക് തങ്ങൾ ഉത്തരവാദിയല്ലെന്നും അതിനാൽ തന്നെ 120 കോടി എന്ന റെക്കോർഡ് പ്രതിഫലം നൽകി ഞങ്ങൾ സ്വന്തമാക്കിയ ജനനായകൻ OTT റിലീസ് എഗ്രിമെന്റ് പ്രകാരം വരുന്ന ഫെബ്രുവരി മാസത്തിൽ ജനനായകൻ OTT റിലീസ് ചെയ്യുമെന്നാണ് ആമസോൺ നൽകിയിട്ടുള്ള നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ജനനായകൻ ഡയറക്ട് OTT റിലീസ് ചെയ്യാൻ അനുവദിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ അവരിൽ നിന്നും കൈപ്പറ്റിയ തുക തിരികെ നൽകി എഗ്രിമെന്റ് പിൻവലിക്കണം. എന്തായാലും ജനനായകൻ സിനിമയ്ക്ക് നല്ല 8ന്റെ പണികളാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.